കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോയമ്പ് കാലത്തിലെ ഡിവൈൻ വോയിസിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് ഒരു പാഠപുസ്തകമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഉൾക്കാഴ്ചയോടെ കാണാനുള്ള ഒരു പാഠപുസ്തകം. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തെ ദൈവ ചിന്തപ്രകാരം, ദൈവ പദ്ധതി പ്രകാരം വിശകലനം ചെയ്യാനുള്ളൊരു പാഠപുസ്തകം. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ സാധിക്കുന്ന നന്മകളുടെ നിയമങ്ങൾ നിറഞ്ഞ ഒരു പാഠപുസ്തകം. ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നൊരു കാര്യം ഇതാണ്. അത് വിജയിച്ചവരുടെ കഥകൾ മാത്രമല്ല, പരാജയപ്പെട്ടു പോയവരുടെ, വീണുപോയവരുടെ, ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയവരുടെ മനോഹരമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ഉൾച്ചേർന്ന് നിൽക്കുന്ന ബൈബിളിലെ ചില കഥാപാത്രങ്ങളാണ്. കഥാപാത്രമെന്ന് വിശേഷിപ്പിക്കുകയല്ല, മറിച്ച് നമ്മളുടെ തന്നെ പ്രതിരൂപങ്ങളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള വീഴ്ചകൾ, എന്നാൽ അവർ എങ്ങനെ അത് ദൈവ പദ്ധതി പ്രകാരം മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് നമുക്ക് ഉൾക്കാഴ്ച നൽകുകയാണ്. നല്ല പാഠങ്ങളും നല്ല മാതൃകകളും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പരാതിയും പരിഭവവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല പാഠങ്ങൾ നമുക്ക് തരുന്ന വലിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളത് വിസ്മരിച്ച് കളയാതിരിക്കുക. ബൈബിളിലെ ഏറ്റവും മനോഹരമായി തീരേണ്ട ഒരു അനുഭവമുണ്ട്. അതിൽ വലിയൊരു ദുരന്തമായിട്ട് അത് മാറുകയാണ്. ഭൂമിയിൽ പിറന്ന ആദ്യ മനുഷ്യൻ്റെ ഒരു തിന്മ. കായേൻ എന്ന പേര് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന ഒരു നാമധേയമാണ്. ഈ ഒരു നാമധേയമാണ് പ്രത്യേകമായി നാം കാണുക. ബൈബിളിൽ കായേൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ്റെ ജീവിതം ഒന്ന് വായിക്കുമ്പോൾ അസൂയയിൽ ആരംഭിച്ച് സഹോദര ഹത്യയിൽ അവസാനിക്കുന്ന എത്രയോ തിന്മകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. താൻ പരാജയപ്പെട്ടു പോയി, തനിക്കിനി തിരിച്ചു വരവില്ല, താൻ തകർന്നു പോയി, താൻ എന്തായാലും ആക്രമിക്കപ്പെടുമെന്നുള്ള ആ വലിയ ഭയവും ആകുലതയും കായേനെ അലട്ടിയിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം 15-ാം തിരുവചനം തൻ്റെ ഭയവും തൻ്റെ ആകുലതയും തൻ്റെ അസ്വസ്ഥതയും, ഏത് സമയം താൻ ആക്രമിക്കപ്പെടും എന്നുള്ള ആ വലിയ ചിന്തയും കായേൻ പ്രകടമാക്കുമ്പോൾ ദൈവം കായേനോട് പറയുന്ന വാക്കുകളാണ്. വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: കർത്താവ് പറഞ്ഞു, ഒരിക്കലും ഇല്ല, നീ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല. കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ മുദ്ര പതിച്ചു. അവൻ്റെ ഭയവും എൻ്റെ ആകുലതയും സമർപ്പിക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന വാക്കുകളാണ്: ഒരിക്കലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കാൻ ഞാൻ ഇടവരുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ഒരു തരി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചാൽ തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന് ദൈവം തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തിൽ തിന്മയിൽ വീണുപോകുന്ന മനുഷ്യൻ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ അവിടെ പന്നിയെപ്പോലെ കിടന്ന് അവബോധമില്ലാതെ തിരികെ വരാതെ ജീവിതം നരകതുല്യമാക്കി തീർക്കുമ്പോൾ ഭൂമിയിൽ ആദ്യം ജനിച്ച മനുഷ്യപുത്രൻ എന്ന വിശേഷണമുള്ള കായേൻ്റെ ശ്രദ്ധേയമായ ആ മാതൃക നമ്മളെയും ബലപ്പെടുത്തില്ലേ? ദൈവത്തിൻ്റെ മനസ്സിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ദൈവം ആരെയും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഏത് കഠിനപാപിയെയും അവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ ഹൃദയത്തിന്
ഒത്ത രീതിയിൽ അവരെ മാറ്റാനും അവന് സാധിക്കും. നമ്മുടെ അവിശ്വസ്തതകളും നമ്മുടെ കുറവുകളും നമ്മുടെ പരിമിതികളും ദൈവം ഏറ്റെടുക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു ബോധ്യം. കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? 116 സങ്കീർത്തനം അതിൻ്റെ 8 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ അടുക്കലേക്ക് അനുതാപമൂറുന്ന കണ്ണുനീരോടെ ഞാൻ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രത്യേക അഭിഷേകങ്ങൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിക്കുന്നു. സങ്കീർത്തനം 116:8 എത്രയോ സുന്ദരമാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അനുഗ്രഹ വലയമാണ്. അതിൻ്റെ പ്രത്യേക വിശേഷണങ്ങളാണ് നമ്മളവിടെ വായിക്കുക. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്ന അവസ്ഥ. റോമാലേഖനം അതിൻ്റെ 8 അധ്യായത്തിൽ ജഡികാസക്തികളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, ആസക്തമായി ഈ ലോകത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മരണകരമായ ഈ അവസ്ഥയിൽ നിന്ന് വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. എനിക്കിനി രക്ഷയില്ല എന്നുള്ള ചിന്ത തികച്ചും അത് പൈശാചികമായ ചിന്തയെന്ന് പറയേണ്ടി വരും. എന്നാൽ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ള ചിന്ത അത് പ്രത്യാശയുടെ ചിന്തയാണ് എന്ന് തിരിച്ചറിയുക. നിൻ്റെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കും. ഒരിക്കലും തിന്മയുടെ പാതയിലൂടെ നടക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. കായേൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഉൾക്കാഴ്ചയാണ്. ഏത് കഠിനപാപിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ളൊരു ചിന്ത. ആരെയും മാറ്റി നിർത്തരുത്, ആരെയും വിമർശിക്കാനായിട്ടിടയാകരുത്, ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഉയർച്ചയില്ല എന്ന് നമ്മൾ വിധിപ്രസ്താവന നടത്തരുത്. ആരെയും ഇങ്ങനെ മുദ്രകുത്തി മാറ്റി നിർത്തരുത്. സഹോദരഘാതകൻ എന്ന മുദ്രയുണ്ടായിരുന്നവൻ്റെ മേൽ ആണ് ദൈവം തൻ്റെ മഹനീയ മുദ്ര പതിക്കുന്നത്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കും. അവിടുത്തെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ ശ്രേഷ്ഠമായ മുദ്ര നമ്മുടെ മേൽ പതിക്കപ്പെടും. കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല, ഞാനൊരു വലിയ കുരുക്കിലാണ്, പ്രതിസന്ധികൾ എന്നെ ഇങ്ങനെ വകഞ്ഞു മുറുകുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, ഈ തിന്മകൾ ദൈവം പൊറുക്കുമോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഓർക്കുക, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നൊരു കാര്യം ഇതാണ്: നിന്നെ അവിടെ നിന്ന് സ്നേഹിക്കുന്നു, സ്നേഹമുദ്ര കൊണ്ട് നിന്നെ അടയാളപ്പെടുത്തുന്നു, നിൻ്റെ ജീവിതത്തെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ ഒരു ബോധ്യം നമ്മളെ ബലപ്പെടുത്തട്ടെ. ബൈബിളിലെ മനോഹരമായ മറ്റൊരു കഥാപാത്രമാണ് ദാവീദ്. അവൻ വീണുപോയ വഴികളും നമുക്കറിയാം. വ്യഭിചാരം, കൊലപാതകം, അതോടൊപ്പം തന്നെ മറച്ചുവെക്കൽ, വഞ്ചന, അധികാര ദുർവിനിയോഗം. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പ് എത്രയോ മനോഹരമായിരുന്നു. പ്രവാചകനായ സാമുവേൽ ജസ്സയുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജസ്സെ തൻ്റെ മക്കളെ സാമുവേലിൻ്റെ മുൻപിൽ ഹാജരാക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും സാമുവേലിൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവരുടെ ആകാര വൈശിഷ്ട്യവും അവരുടെ കഴിവുകളും മനസ്സിലാക്കി സാമുവേൽ ദൈവത്തോട് പ്രത്യേകമായി ആരായുന്നുണ്ട്. ഇവനാണോ നീ ആഗ്രഹിക്കുന്ന അഭിഷിക്തൻ? എന്നാൽ ദൈവത്തിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്: ഇവരാരുമല്ല. അവസാനം സാമുവേലിൻ്റെ ചോദ്യമാണ്: ഇനി നിനക്ക് മക്കളാരുമില്ലേ? അപ്പോഴാണ് ജസ്സെ പോലും തൻ്റെ ഇളയ മകനെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യുക. ആടുകളെ മേയ്ക്കാൻ പോയവനെ ആളെയിട്ട് വിളിപ്പിച്ച് അവൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ നടന്നു വരുന്ന വഴിയിൽ തന്നെ അവനെ നോക്കുന്ന സാമുവേലിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചൈതന്യം പ്രവഹിച്ചു പറയുന്നു: ഇവനാണ് ഞാൻ അഭിഷേകം ചെയ്യാൻ പോകുന്ന എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. ദാവീദിനെക്കുറിച്ച് സാമുവേലിന് കിട്ടിയ വെളിപ്പാട് ഇപ്രകാരമാണ്: എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ.
തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയവൻ ഒരു ചെറിയ കല്ലുകൊണ്ട് ഭയാനകമായ ഒരവസ്ഥയെ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റിയവൻ, ജനത്തിന് സംരക്ഷണം ഒരുക്കിയവൻ, ഇവനാണ് വീഴ്ച സംഭവിക്കുന്നത്. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വലിയൊരു ഉൾക്കാഴ്ചയാണ്. തിന്മയുടെ ആ അനുഭവത്തിൽ വീണു പോകുമ്പോൾ, അവന് തകർച്ചയുണ്ടാകുമ്പോൾ, അവനെ അഭിമുഖീകരിക്കുന്ന നാത്താൻ പ്രവാചകൻ അവൻ്റെ തെറ്റുകളോ ഓരോന്നായി എടുത്തു പറയുമ്പോൾ, ഏത് സമയത്തും വേണമെങ്കിൽ രാജാവിനെതിരായി ആരോപണ ശരങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടാമെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാട് ശക്തമായി പങ്കുവെക്കുന്ന നാഥാൻ്റെ മുമ്പിൽ ദാവീദ് ഒരു കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരയുകയാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നുണ്ട്. തെറ്റിനെ ന്യായീകരിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. ആ ഒരു അനുഭവത്തിൽ നിന്നല്ലേ ലോകത്തിലെ ഏറ്റവും ആർദ്രമായ ഗീതം പ്രത്യേകമായി രൂപപ്പെടുക. സങ്കീർത്തനം 51. സങ്കീർത്തനം 51:10 ഇപ്രകാരമാണ് ദാവീദിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഇതവൻ്റെ ഉൾക്കാഴ്ചയാണ്, ഒരു തിരിച്ചറിവാണ്. ദാവീദ് മനസ്സിലാക്കിയൊരു കാര്യം, തന്നെ നയിച്ചിരുന്നത്, തനിക്ക് സന്തോഷം പ്രദാനം ചെയ്തിരുന്നത്, തൻ്റെ ജീവിതത്തിനൊരു അർത്ഥവും ആഴവും നൽകിയിരുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ പ്രത്യേകമായി എന്നെ ഒരുക്കിയിരുന്നത് ഈ വിശുദ്ധിയുടെ അനുഭവമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ അനുഭവം തന്നെയായിരുന്നു. ഈ ഒരു ബോധ്യമാണ് ദാവീദിനെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയിരുന്നത്. എന്നാൽ തിന്മ ചെയ്തപ്പോൾ, തെറ്റ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ജീവിതം ഇനി അത് തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കും നവമായ ചൈതന്യത്തിലേക്കും എന്നെ വീണ്ടും കൊണ്ടുവരണമേ എന്നുള്ള സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. നഷ്ടപ്പെട്ടു പോയവൻ വീണ്ടും തിരികെ വരാൻ സാധിക്കുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, എത്രയോ സുന്ദരമായൊരു അനുഭവമാണ്. മനുഷ്യൻ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പരാജയവും അവൻ്റെ ജീവിതത്തിലെ ദൈവാനുഗ്രഹം കിടത്തിക്കളയുന്ന ഏറ്റവും വലിയ ഒരു തിന്മയും അവൻ പാപത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം, മലയിലെ പ്രസംഗത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ്: ഈ നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാനായിട്ട് എനിക്ക് അവകാശമില്ല. ദൈവപിതാവ് അത് നൽകപ്പെട്ടിരിക്കുന്നു. അത് മാറ്റാനുള്ള അധികാരം സ്വർഗീയ പിതാവിനാണ്. ലോകത്തിൻ്റെ അവസാനം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. വീണ്ടും വചനം തുടരുന്നത് ഇപ്രകാരമാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ഈ നിയമങ്ങൾ അതെത്ര ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, അത് ലംഘിക്കാൻ നീ ആരെയെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ നീ ദൈവരാജ്യത്തിലെ ചെറിയവനായിരിക്കും. എന്നാൽ അതനുസരിക്കാൻ നീ പ്രേരിപ്പിക്കുന്നെങ്കിലോ നീ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ തന്നെ ആയിരിക്കും. അപ്പം പാപത്തെ ന്യായീകരിക്കരുത്, പാപത്തെ ലഘൂകരിക്കരുത്. അത് നമ്മളെ വലിയ തകർച്ചയിലേക്ക് നയിക്കാനായിട്ട് വഴിയൊരുക്കും. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെയാണ്. അനുതാപത്തിൻ്റെ സങ്കീർത്തനം അവൻ ഏറ്റുപാടുന്നു. ആ അനുഭവത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ദാവീദിൻ്റെ ഏറ്റവും ഹൃദ്യമായ മാറ്റം തന്നെയാണ് തെറ്റുകൾ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, തെറ്റേറ്റ് പറഞ്ഞ് പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. ദാവീദിന് ലഭിച്ചതും ഇത് തന്നെയാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമൃദ്ധി. വീണുപോയവനെ തിരികെ കൊണ്ടുവരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവത്തിൻ്റെ കരുണ എന്നുള്ള കാര്യം ഏറ്റവും പ്രത്യേകമായിട്ട് തിരിച്ചറിയുക. പ്രവാചക ഗ്രന്ഥങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ് യോനായുടെ ജീവിതം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നേർക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. യോനായുടെ ജീവിതത്തെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും: വിളി കേട്ടിട്ടും മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്തവൻ.
ഇതാണ് പ്രവാചകനായ യോന. ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടും മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്ത മനുഷ്യനാണ് യോന എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷം പേരുടെയും ജീവിതം ഇത് തന്നെയാണ്. അങ്ങനെ ചെയ്ത യാത്ര ഒരു വലിയൊരു തകർച്ചയിലേക്ക് വീണു പോകാനായിട്ട് വഴിയൊരുങ്ങി. കുറച്ച് നാളുകൾക്ക് മുമ്പ് വ്യക്തിപരമായിട്ട് സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം പങ്കുവെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം വലിയൊരു ഉൾക്കാഴ്ച നൽകാനായിട്ട് വഴിയൊരുക്കി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: എൻ്റെ മാതാപിതാക്കൾ സ്നേഹമുള്ള മാതാപിതാക്കളാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളവരാണ്. എന്നോട് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുള്ളവർ, ശിക്ഷണമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ തീരുമാനത്തെ എൻ്റെ കൂട്ടുകാർ സ്വാധീനിക്കാനായിട്ട് തുടങ്ങി. അതെൻ്റെ പ്രത്യേകമായ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചു തുടങ്ങി. ഞാൻ പഠിക്കേണ്ട കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ പോലും, എൻ്റെ ഭാവിയെക്കുറിച്ച് പോലും അവരുടെ തീരുമാനം എന്നെ സ്വാധീനിച്ചു. എന്നാൽ പിന്നീട് അത് തെറ്റായ തീരുമാനമാണ് എന്നെനിക്ക് മനസ്സിലായി. ഒരു വലിയൊരു തകർച്ചയുടെ മുനമ്പിൽ നിന്നുകൊണ്ട്, പ്രതിസന്ധിയുടെ മുനമ്പിൽ നിന്നുകൊണ്ട് ഹൃദയം നുറങ്ങി പറഞ്ഞ ഒരു കാര്യമാണ്. അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്കിതുപോലൊരു പരാജയത്തിൻ്റെ അനുഭവം ഉണ്ടാകുമായിരുന്നില്ല. എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്: മാതാപിതാക്കൾ നിർബന്ധിച്ച് അവനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്ന പഠന മേഖലയുമായി ബന്ധപ്പെട്ടൊരു കാര്യം. എന്നാൽ സുഹൃത്തുക്കളുടെ നിർബന്ധം നിമിത്തം അത് മാറ്റി അവരോടൊത്ത് ചേർന്ന്, അവരുമായി ഒരുമിച്ച് ചേർന്ന് മറ്റൊരു പഠന മേഖല തിരഞ്ഞെടുത്തു. എന്നാൽ പിന്നീട് തകർച്ചയുടെ അവസ്ഥയിൽ മാതാപിതാക്കൾ നിർദ്ദേശിച്ച പഠന മേഖലയിലുള്ള ഉയർച്ച, അത് തിരഞ്ഞെടുത്ത വ്യക്തികൾക്കുണ്ടായിരുന്ന ഉയർച്ച, അത് അവന് വലിയൊരു ഉൾക്കാഴ്ചയ്ക്ക് കാരണമായിട്ട് തീർന്നു. ഇതൊരു അനുഭവം മാത്രം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവം നിർദ്ദേശിക്കുന്ന മേഖലകളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത്. ദൈവത്തെപ്പോലെ കരുതേണ്ട അല്ലെങ്കിൽ ആദരിക്കേണ്ട ചില ഉപദേശങ്ങൾ മാതാപിതാക്കളിൽ നിന്നും, മുതിർന്നവരിൽ നിന്നും, ഗുരുക്കന്മാരിൽ നിന്നും, ശ്രേഷ്ഠന്മാരിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ, ചില മുന്നറിയിപ്പുകൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കപ്പെടുന്ന സമയത്ത് എന്ത് മനോഭാവമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്നുകൂടെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. യോനായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്: അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന മത്സ്യം. യോനായുടെ അനുഭവമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. മത്സ്യം ഒരു ശിക്ഷയല്ല. മത്സ്യത്തിൽ ചെലവഴിച്ച 3 ദിനങ്ങളും ഒരിക്കലും ശിക്ഷയല്ല. ഈശോ തൻ്റെ പ്രബോധനത്തിൽ വളരെ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യം ഇതല്ലേ. ഒരടയാളമായിട്ട് യോനായുടെ അനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുക. ആ 3 ദിനങ്ങൾ, മത്സ്യത്തിൻ്റെ ഉദരത്തിൽ അവൻ ചെലവഴിച്ച 3 ദിനങ്ങളും അവൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായിട്ട് തീർന്നു എന്നുള്ളതാണ് അത്ഭുതാവഹമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അതുകൊണ്ട് തന്നെ ഓർക്കേണ്ടതാണ്: എവിടേക്ക് പോകാൻ പറഞ്ഞുവോ അവിടേക്ക് ആ മത്സ്യം അവനെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ഒഴിവാക്കുന്ന ചില വ്യക്തികളുണ്ട്, വിമുഖത കാണിക്കുന്ന ചില വ്യക്തികളുണ്ട്, ഓടി അകലുന്ന ചില ദിശകളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാരം, അതിനെന്നിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ച് ആകുലപ്പെടാറുണ്ട്. പക്ഷേ ദൈവഹിതം എന്ന് നാം പലവരും കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? സുവിശേഷത്തിൻ്റെ പ്രാരംഭം നാം പരിചയപ്പെടുന്നത് പരിശുദ്ധ അമ്മയല്ലേ. എത്രയോ മനോഹരമാണ് അമ്മയുടെ പ്രാർത്ഥന: അങ്ങേ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. ഭാരപ്പെട്ട, ഉന്നതമായ, അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരമ്മ. പക്ഷേ എത്ര അക്ഷോഭയായാണ് നിന്ന് അവൾ പറയുക: അങ്ങ് ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യോനായുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുന്നു, നവീകരണത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് തയ്യാറാകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ: ഒരു കൊടുങ്കാറ്റ് നമ്മളെ തകർത്തെറിയുകയില്ല, ഒരു പേമാരിയും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ട് തീരുകയില്ല, ഒരിടവും നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് ഇടവരുത്തുകയില്ല, ഒരു ശിക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ആകുലതയ്ക്ക് കാരണമായിട്ട് തീരുകയില്ല. എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ
പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നുള്ള കാര്യം തിരിച്ചറിയുക. ബൈബിളിലെ തിരുവെഴുത്തുകളിലെ ഏറ്റവും വലിയ വീഴ്ച ആരുടേതായിരുന്നു? ഏറ്റവും വലിയ പരാജയം ആരുടേതായിരുന്നു? അത് മറ്റാരുടേതുമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനായി കരുതപ്പെട്ടിരുന്ന സോളമൻ്റേത് തന്നെയെന്ന് വചനം ഓർമ്മപ്പെടുത്തി തരികയാണ്. അവൻ ഏറ്റവും ജ്ഞാനിയായിട്ട് കരുതപ്പെട്ടു. പക്ഷേ സോളമൻ്റെ അന്ത്യകാലഘട്ടത്തിൽ തുടർന്നുള്ള അവൻ്റെ തലമുറയിലും പ്രത്യേകമായി നാം വായിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ജ്ഞാനിയായി തീർന്ന സോളമൻ, ദൈവത്തെ മുഖാഭിമുഖം കാണാൻ ഭാഗ്യം ലഭിച്ച സോളമൻ, തൻ്റെ വ്യക്തിജീവിതത്തിൽ അവൻ ദൈവ അനുഭവത്തിലായിരുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ഭാരം എന്നെ ഏൽപ്പിച്ചു ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. രണ്ടാമത് അവൻ പറയുന്നൊരു കാര്യം ഇതാണ്: എനിക്ക് മറ്റൊന്നും വേണ്ട, മറിച്ച് വിവേകത്തോടുകൂടെ തുടർന്നും കടന്നു പോകാൻ എന്നെ അങ്ങ് അനുവദിച്ചാൽ മാത്രം മതി. ദൈവം സോളമനോട് പറയുന്ന വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ്. നീ ഐശ്വര്യമോ ശത്രു സംഹാരമോ അല്ലെങ്കിൽ ദീർഘകാലത്തെ ജീവിതമോ ചോദിക്കാതെ വിവേകവും ജ്ഞാനവും ചോദിച്ചതുകൊണ്ട് നിനക്ക് അതും അതിനപ്പുറവും നൽകാൻ ഇടവരും. നിനക്ക് അപ്രകാരമുള്ളൊരു അഭിഷേകം ലഭിക്കും. ഇങ്ങനെ ജ്ഞാനം ലഭിച്ച സോളമൻ എന്താ പരാജയം സംഭവിച്ചത്? വചനത്തിൽ നമ്മൾ വായിക്കുന്ന രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 11:9 സോളമൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അഭിമുഖം കണ്ടവൻ അവനിൽ നിന്ന് അകന്നു, അവൻ്റെ കൽപ്പനകളെ നിഷേധിച്ചു. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി തകർച്ചയുടെ ഒരു അനുഭവം ഉണ്ടായി. കാൽ ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോയിട്ടും അത് തിരിച്ചറിഞ്ഞിട്ടും തിരുത്താൻ തയ്യാറാകാത്ത ഒരു വിഡ്ഢിയുടെ അനുഭവം സോളമൻ്റെ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്തി എടുക്കാൻ സാധിക്കും. ഇതൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ജീവിതത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള പ്രത്യേകമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ നാം ഒന്ന് തിരിച്ചറിയുക. ലൂക്കായുടെ സുവിശേഷത്തിൽ മനോഹരമായ ഒരു കാര്യം നാം വായിക്കുന്നുണ്ട്. അത് ഹെറോദോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ഏറ്റവും പ്രത്യേകമായൊരു കാര്യം, സ്നാപക യോഹന്നാനെ തടവിലാക്കി. അവൻ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നതും എന്നാൽ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാകാത്ത ഹെറോദസ്. അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവസാനം സ്നാപക യോഹന്നാൻ്റെ ഘാതകനായിട്ട് ഹെറോദസ് തീരുകയാണ്. ആ ഭാഗം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ഹെറോദസ് സ്നാപകനെ വധിക്കുമ്പോൾ തിരുത്താൻ ആളില്ലാത്തതുകൊണ്ട് തിന്മ അവൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു എന്നാണ്. തിരുത്താൻ ആളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഗുണദോഷിക്കാൻ ആളില്ലാത്തത് കൊണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ തിന്മ വർദ്ധിച്ചു. അത് വലിയ പരാജയത്തിലേക്കും തകർച്ചയിലേക്കും വീഴാൻ ഇടവരുത്തി. സോളമന് ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തിരുത്തപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല. സോളമൻ്റെ ജീവിതം ഒരു വലിയൊരു ഉൾക്കാഴ്ചയാണ്. കൈവിട്ട് പോകുന്നതിന് മുൻപ് തിരികെ വരാൻ സാധിക്കുന്ന രീതിയിലൊരു തുറവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്. നമുക്കിങ്ങനെ പ്രായോഗികമായി ഒരു ധ്യാനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണം. ബൈബിളിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ കഥാപാത്രത്തെയും ധ്യാന വിഷയമാക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച അവിടെ കണ്ടെത്താൻ പറ്റും. തിരികെ വരാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റും. അവിടെ നമ്മളോട് വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കും. അപ്രകാരമുള്ളൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരട്ടെ. നാം ധ്യാനിച്ച ഈ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. ദൈവാനുഗ്രഹം അഭിഷേകമായിട്ട് നമ്മളിൽ ഒഴുകട്ടെ. ആമേൻ.